ഗുഡ് മോർണിംഗ് ഇതെന്താ വലിച്ചു നീട്ടി പറയാം പാട്ട് ക്ലാസ്സോ? ഗുഡ് മോർണിംഗ് സിഡൗൺ സിഡൗൺ. എല്ലാവരും അറ്റൻഡൻസ് പറയൂ. അച്ചാർ പ്രസന്റ് ടീച്ചർ. വറുത്തുപ്പേരി പ്രസന്റ് ടീച്ചർ. ശർക്കര വരട്ടി പ്രസന്റ് ടീച്ചർ. പുളിയഞ്ചി പ്രസന്റ് ടീച്ചർ. പഴം പ്രസന്റ് ടീച്ചർ. രാവിലെ തന്നെ കിടന്ന് ഉറങ്ങുക ക്ലാസ്സിൽ. അവിയൽ പ്രസന്റ് ടീച്ചർ. അവിയലെ നിന്റെ പേര് പോലെ തന്നെ, നീയല്ലേ ക്ലാസ്സിലെ മോണിറ്റർ, നിന്റെ പേര് പോലെ തന്നെ ഉണ്ട് നിന്റെ ക്ലാസ്. കണ്ടില്ലേ, വൃത്തിയാക്കി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കണ്ട വാടി ഇല പോലെ ഉണ്ട്. 4 മുതൽ നല്ല വൃത്തിയാക്കി വെച്ചോളുണ്ടോ? ഓക്കേ ടീച്ചർ. കാളൻ പ്രസന്റ് ടീച്ചർ. കാലൻ ടീച്ചർ എന്നെ കാലെന്ന് വിളിക്കണോ? ഏയ് സൈലൻസ്. അറ്റൻഡൻസ് എടുക്കാനും സമ്മതിക്കില്ല. ഓലൻ പ്രസന്റ് ടീച്ചർ. ഇന്ന് കളർ ഡ്രസ്സാണല്ലോ, നീ മാത്രം എന്താ യൂണിഫോം ഇട്ട് വന്നിക്കണേ? മറന്നുപോയി ടീച്ചറെ. എരിശ്ശേരി പ്രസന്റ് ടീച്ചർ. കൂട്ടുകറി കൂട്ടുകാരി വന്നില്ലേ ടീച്ചറെ? തോരൻ പ്രസന്റ് ടീച്ചർ. ടീച്ചർ ഇന്ന് കൂട്ടുകാരി വന്നിട്ടില്ലല്ലോ, ഞാൻ കൂട്ടുകാരുടെ സ്ഥലത്ത് പോയിരിക്കട്ടെ? ഓക്കെ. മേത്ത് വന്നിരിക്കാൻ മാറിയിരിക്കും. സൈലൻസ്. പച്ചടി പ്രസന്റ് ടീച്ചർ. പച്ചടി നിനക്കുള്ള അടി ഞാൻ തരുന്നുണ്ട്, ഈ അറ്റൻഡൻസ് കഴിയട്ടെ. കിച്ചടി പ്രസന്റ് ടീച്ചർ. ആ ബെഞ്ചിന്റെ അറ്റത്ത് പോയിരുന്നിട്ട് വീഴാൻ നിൽക്കണ്ട. മസാലക്കറി പ്രസന്റ് ടീച്ചർ. ടീച്ചർ എനിക്ക് ഈ ബെഞ്ചിലേക്ക് സ്ഥലമില്ല ടീച്ചർ. അപ്പുറത്തത് ഇഷ്ടം പോലെ ബെഞ്ച് കിടക്കണം, എല്ലാം കൂടെ കുത്തിത്തിരക്കി ഒന്നിലിരിക്കണം. അപ്പുറത്ത് പോയിരിക്കൂ. ഓക്കേ ടീച്ചർ. ചോറ് പ്രസന്റ് ടീച്ചർ. ടീച്ചറെ ഈ ചോറിന്റെ അർത്ഥം ഹിന്ദിയില് കള്ളന്നല്ലേ? ടീച്ചർ. ഒന്ന് മിണ്ടാതിരിക്കും മക്കളെ. സാമ്പാർ പ്രസന്റ് ടീച്ചർ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ആ ചോറിനെ കെട്ടിപ്പിടിച്ചിട്ടേ ഇരിക്കുള്ളൂ. സംഭാരം പ്രസന്റ് ടീച്ചർ. രസം പ്രസന്റ് ടീച്ചർ. പായസം പ്രസന്റ് ടീച്ചർ. പപ്പടം പ്രസന്റ് ടീച്ചർ. നീ എല്ലാവരും മേലെ കയറി ഇരുന്നിട്ട് നീ പൊടിയാവാതെ സൂക്ഷിച്ചോട്ടാ. ഓക്കെ, അപ്പൊ ഇന്നലത്തെ ഹോംവർക്ക് എല്ലാവരും എടുത്തോളൂ. അതിന് മുന്നേ തന്നെ ഹോംവർക്ക് ചെയ്യാത്ത ആളുകൾ അങ്ങോട്ട് പുറത്തിറങ്ങി നിന്നോളൂ കേട്ടോ ക്ലാസ്സിന്. ആഹാ, എന്നത്തെയും പോലെ തന്നെ ഈ 3 പേരും ഹോംവർക്ക് ചെയ്തിട്ടില്ല അല്ലേ? ക്ലാസ്സിന് പുറത്ത് തന്നെയാണ് അല്ലേ? അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. There was once a boy named Milo who did not know what to do with himself, not just sometimes but always. When he was in school, he longed to be out, and when he was out, he longed to be in. On the way, he thought about coming home and coming home.